ഏറെ നാളത്തെ കാത്തിരിപ്പിനും അവഗണനയ്ക്കും ശേഷം ഒന്നാം വിക്കറ്റ് കീപ്പറായും ഓപ്പണറായും T20 ലോകകപ്പിൽ അവസരം ലഭിക്കുന്ന വർഷം. IPL-ൽ തന്റെ കരിയർ കെട്ടിപ്പടുത്ത രാജസ്ഥാനിൽ നിന്നും ചെന്നൈയിലേക്ക് കൂടുമാറുന്ന വർഷം. എല്ലാം കൊണ്ടും സഞ്ജുവിന് തൂക്കാനുള്ള വർഷം തന്നെയാണ് 2026. വിജയ് ഹസാരയിൽ കേരളത്തിന് വേണ്ടി ഈ സീസണിൽ കളിച്ച ആദ്യ മത്സരത്തിൽ തന്നെ സെഞ്ചുറി നേടി താരം അതിനിപ്പോൾ വലിയ സിഗ്നൽ തന്നിരിക്കുകയാണ്. കണ്ടത് ചെറിയ സാമ്പിൾ, യഥാർത്ഥ വെടിക്കെട്ട് കാണാൻ പോകുന്നതേയുള്ളൂ. 95 പന്തിൽ 101 റൺസാണ് സഞ്ജു ഇന്നലെ നേടിയത്. 9 ഫോറുകളും 3 സിക്സറും ദേശീയ ടീമിലെ തന്റെ ഓപ്പണിംഗ് എതിരാളിയായ ഇഷാൻ കിഷനെ സാക്ഷി നിർത്തി അഹമ്മദാബാദ് ഗ്രൗണ്ടിൽ സഞ്ജു നേടി. ഒന്നാം വിക്കറ്റിൽ രോഹനൊപ്പം 212 റൺസിന്റെ നിർണായക കൂട്ടുകെട്ടും സഞ്ജു നേടി. നീണ്ടകാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സഞ്ജു ലിസ്റ്റ് എ ക്രിക്കറ്റ് കളിക്കാനെത്തുന്നത് എന്നും ഓർക്കണം. ഇതിനു മുൻപ് അവസാനമായി കളിച്ച ഒരു 50 ഓവർ ഫോർമാറ്റ് മത്സരം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യൻ കുപ്പായത്തിലായിരുന്നു. അന്നും 3 അക്കം തൊട്ടാണ് സഞ്ജു ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങിയത്. അന്ന് 114 പന്തിൽ 3 സിക്സറും 6 ഫോറുകളും അടക്കം 108 റൺസാണ് നേടിയത്. എന്നാൽ സെഞ്ചുറി നേടിയിട്ടും പിന്നീട് മറ്റൊരു തവണ കൂടി 50 ഓവർ ഫോർമാറ്റിൽ ഇന്ത്യൻ ജേഴ്സിയിൽ പാഡണിയാൻ സഞ്ജുവിന് അവസരം ലഭിച്ചില്ല. ഏതായാലും സഞ്ജുവിന്റെയും സഹ ഓപ്പണർ രോഹൻ കുന്നുമ്മലിന്റെയും മികവിൽ ഈ സീസണിലെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി കിരീട ജേതാക്കൾ കൂടിയായ ജാർഖണ്ഡിനെ 8 വിക്കറ്റിന് കേരളം തോൽപ്പിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ജാർഖണ്ഡ് 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 311 റൺസ് എടുത്തപ്പോൾ കേരളം 42.3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലേക്കെത്തി. സഞ്ജുവിനെ കൂടാതെ രോഹൻ കുന്നുമ്മലും സെഞ്ചുറി നേടി. 78 പന്തിൽ 124 റൺസാണ് പുറത്താകുന്നതിനു മുൻപ് രോഹൻ നേടിയത്. 8 ഫോറും 11 സിക്സറും ആ ഇന്നിംഗ്സിലുണ്ടായിരുന്നു. നേരത്തെ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ജാർഖണ്ഡ് കുമാർ കുശാഗ്രയുടെ വെടിക്കെട്ട് സെഞ്ചുറിയുടെ കരുത്തിലാണ് 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 311 റൺസ് എടുത്തത്. 137 പന്തിൽ 143 റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന കുമാർ കുശാഗ്രയായിരുന്നു ജാർഖണ്ഡിന്റെ ടോപ്പ് സ്കോറർ. ഈ വിജയത്തോടെ 5 മത്സരങ്ങളിൽ നിന്ന് 3 ജയവും 2 തോൽവിയുമായി കേരളം എലൈറ്റ് എ ഗ്രൂപ്പിൽ 4-മതുണ്ട്. ഇനിയുള്ള മത്സരങ്ങൾ ജയിച്ചാൽ ഇനിയും കേരളത്തിന് അടുത്ത സ്റ്റേജിലേക്ക് സാധ്യതയുണ്ട്. ഈ മാസം 21 മുതൽ ആരംഭിക്കുന്ന ന്യൂസിലാൻഡിനെതിരെയുള്ള T20 പരമ്പരയ്ക്ക് വേണ്ടി ഒരുങ്ങേണ്ടതിനാൽ അടുത്ത മത്സരങ്ങളിൽ സഞ്ജു കളിക്കുമോ എന്ന് ഉറപ്പില്ല. ഏഷ്യ കപ്പ് മുതൽ ഓപ്പണർ സ്ഥാനവും ഒടുവിൽ ടീമിലെ സ്ഥാനവും വരെ നഷ്ടപ്പെട്ട സഞ്ജുവിന് ഈ സീരീസ് അതിപ്രധാനമാണ്. ഗില്ലിനെ പേടിക്കാതെ കളിക്കാം എന്നതിനപ്പുറം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അവസാന T20-യിൽ വീണുകിട്ടിയ അവസരം മുതലാക്കിയ ആ പ്രകടനം തുടരേണ്ടതുണ്ട്. ശേഷം T20 ലോകകപ്പ്, പിന്നാലെ ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം IPL, അതും സാക്ഷാൽ MS ധോണിയുടെ പിൻഗാമിയായി. ശേഷം ഇംഗ്ലണ്ടിനെതിരെയും അഫ്ഗാനിസ്ഥാനെതിരെയും വെസ്റ്റ് ഇൻഡീസിനെതിരെയും ശ്രീലങ്കയ്ക്കെതിരെയും സഞ്ജുവിന് T20 പരമ്പരകളുണ്ട്. ഇതിനോടൊപ്പം നടക്കുന്ന ഏകദിന പരമ്പരകളിലും സ്ഥാനം അവകാശപ്പെടാൻ സഞ്ജുവിന് സാധിച്ചേക്കും. ഏറെക്കാലത്തെ അവഗണനക്കും കാത്തിരിപ്പുകൾക്കും ശേഷം ലഭിച്ച ഈ സുവർണ വർഷം സഞ്ജുവിന് മുതലാക്കാനാകട്ടെ.